നമസ്കാരം, സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹീലർ ഭാസ്കർ എന്ന ഒരു സ്രോതസ്സിൽ നിന്നുള്ള വളരെ കൗതുകകരമായ ഒരു തിയറിയാണ്. ഇപ്പോൾ സ്വർണ്ണവില റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണല്ലോ. ഈ വിലക്കയറ്റത്തെ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു ആഗോള ദുരന്തവുമായി ബന്ധിപ്പിക്കുകയാണ് ഈ സിദ്ധാന്തം. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിൽ? ഇതിനെപ്പറ്റി ഒരു സ്രോതസ് പറയുന്നത് വളരെ വ്യത്യസ്തമായൊരു ഉത്തരമാണ്. നമുക്കതിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ സോഴ്സായ ഹീലർ ഭാസ്കർ പറയുന്ന ഞെട്ടിക്കുന്ന ഒരു കാര്യം. ഒരു പവൻ സ്വർണത്തെക്കുറിച്ചല്ല, വെറും 1 ഗ്രാമിന് ദശലക്ഷങ്ങൾ വില വരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെങ്ങനെ സംഭവിക്കും? എന്താണ് വില ഇത്രയധികം കൂടാൻ കാരണം? ഭാസ്കർ പറയുന്നതനുസരിച്ച് ഈ വിലക്കയറ്റം സാധാരണ മാർക്കറ്റ് ഡിമാൻഡ് കൊണ്ടൊന്നുമല്ല, മറിച്ച് ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ചെറിയ വിഭാഗം, ഒരു എലീറ്റ് ഗ്രൂപ്പ് ആസൂത്രണം ചെയ്യുന്ന ഒരു വലിയ രഹസ്യ പദ്ധതിയുടെ ആദ്യ പടിയാണിത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ അതിസമ്പന്നർ അവരുടെ പേരിലുള്ള വലിയ വലിയ കമ്പനികളും ഹോട്ടലുകളും ഫാക്ടറികളും എല്ലാം വിറ്റൊഴിക്കുകയാണ്. എന്നിട്ട് ആ കിട്ടുന്ന കോടിക്കണക്കിന് പണം മുഴുവൻ ഉപയോഗിച്ച് സ്വർണവും വെള്ളിയും വാങ്ങിക്കൂട്ടുന്നു. പക്ഷെ എന്തിന്? അതിന് അദ്ദേഹം പറയുന്ന കാരണമാണ് നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ആ ഒരു പ്ലാൻ ഏകദേശം ഇങ്ങനെയാണ്. ആദ്യം ഇവർക്ക് ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു വലിയ സംഭവത്തെപ്പറ്റി രഹസ്യവിവരം കിട്ടുന്നു. അതോടെ അവർ തങ്ങളുടെ എല്ലാ ആസ്തികളും വിൽക്കുന്നു. ആ പണം മുഴുവൻ സ്വർണമാക്കി മാറ്റുന്നു. എന്നിട്ട് ആഗോളതലത്തിൽ വരാൻ പോകുന്ന ഒരു റീസെറ്റിനായി, അതായത് ഒരു തകർച്ചയ്ക്കായി കാത്തിരിക്കുന്നു. ഇത് ലാഭമുണ്ടാക്കാനല്ല, മറിച്ച് അതിജീവനത്തിനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അപ്പോൾ എന്ത് സംഭവത്തിനു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങളൊക്കെ? ഭാസ്കറിന്റെ തിയറി പ്രകാരം അവർ തയ്യാറെടുക്കുന്നത് ഒരു യുദ്ധത്തിനു വേണ്ടിയാണ്. അതെ, 2030 ഈ വർഷം ഒരു 3ാം ലോക മഹായുദ്ധം തുടങ്ങാൻ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെന്നാണ് ഭാസ്കർ ഉറപ്പിച്ചു പറയുന്നത്. ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത ഒന്നാണെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ തിയറി അനുസരിച്ച് സംഭവങ്ങൾ നടക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നടക്കുന്നത് ആസ്തികളെല്ലാം സ്വർണമാക്കി മാറ്റുന്ന ആ ഒരു ഘട്ടമാണ്. 2030 ആഗോളതലത്തിൽ ഒരു യുദ്ധം തുടങ്ങും. അതിനുശേഷം ബാങ്കുകൾ, കറൻസി, ഇന്റർനെറ്റ് അടക്കമുള്ള നമ്മുടെ ഇന്നത്തെ എല്ലാ സിസ്റ്റവും തകർന്നടിയും. ശരി, അപ്പോൾ ആരാണ് ഈ പ്ലാനിൻ്റെയൊക്കെ പിന്നിൽ? ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഈ നീക്കങ്ങൾ ആരാണ് നടത്തുന്നത്? ഹീലർ ഭാസ്കർ വിരൽ ചൂണ്ടുന്നത് ഒരു പ്രത്യേക രഹസ്യസംഘത്തിനു നേരെയാണ്. അദ്ദേഹം പറയുന്ന ആ ഗ്രൂപ്പ് ഇലൂമിനാറ്റിയാണ്. ലോക സംഭവങ്ങളെ നിയന്ത്രിക്കുന്ന, ലോകത്തെ റീസെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രഹസ്യസംഘം. ഈ ഇലൂമിനാറ്റിക്കും അവരുടെ ഏജന്റുമാർക്കുമാണ് വരാനിരിക്കുന്നതിനെക്കുറിച്ച് മുൻകൂട്ടി വിവരം ലഭിച്ചതെന്നും അവരാണ് ഈ സ്വർണം വാങ്ങിക്കൂട്ടലിന് പിന്നിലെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: 2030 ശേഷം എന്ത് സംഭവിക്കും? ഭാസ്കർ പ്രവചിക്കുന്ന ആ ലോകം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകം പോലെയേ ആയിരിക്കില്ല. അത് തികച്ചും വ്യത്യസ്തമായ ഒരു യാഥാർത്ഥ്യമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ നമ്മുടെ ലോകവും ഭാസ്കർ പറയുന്ന ആ ഒരു ലോകവും തമ്മിലുള്ള വ്യത്യാസം. ബാങ്കിലിട്ട പണം പോയി കയ്യിലിരിക്കുന്ന നോട്ടിന് കടലാസിന്റെ വില പോലുമില്ല. ഇന്റർനെറ്റോ ഫോണോ ഇല്ല, കരണ്ടില്ല, വെള്ളമില്ല. എന്തിനേറെ നമ്മുടെ വീടിനോ സ്ഥലത്തിനോ ഒരു വിലയുമില്ലാത്ത അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ ഭാസ്കരന്റെ മുന്നറിയിപ്പ് ഇതാണ്: ബാങ്കുകളൊന്നും കാണില്ല, ATMകൾ വർക്ക് ചെയ്യില്ല, കയ്യിലുള്ള കറൻസിക്ക് ഒരു വിലയുമില്ലാതാകും, വെള്ളമോ ഭക്ഷണമോ കിട്ടാതാവും, ഇന്റർനെറ്റോ കറണ്ടോ ഇല്ലാത്തൊരു ലോകം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡിജിറ്റലായുള്ള ഒരു സമ്പത്തിനും സ്ഥാനമുണ്ടാകില്ല. സ്വർണവും വെള്ളിയും പോലുള്ള ഭൗതിക ആസ്തികൾക്ക് മാത്രമേ വിലയുണ്ടാകൂ. ശരി, ഇത്രയും ഭയാനകമായൊരു ഭാവിയെക്കുറിച്ചാണ് ഈ തിയറി പറയുന്നതെങ്കിൽ സാധാരണക്കാരായ നമ്മൾ എന്തു ചെയ്യണം? എന്താണ് ഇതിനൊരു പരിഹാരമായി ഈ സ്രോതസ് നിർദ്ദേശിക്കുന്നത്? അദ്ദേഹം ഒരു നിക്ഷേപ ഉപദേശവുമല്ല തരുന്നത്, മറിച്ച് ഒരു അവബോധത്തിനും ഒരുമയ്ക്കും വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ്. അദ്ദേഹം പറയുന്നു, നമ്മളെയും നമ്മുടെ തലമുറയും നമ്മൾ തന്നെ രക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളെന്ന്. അതായത് വരാനിരിക്കുന്ന ഈ അവസ്ഥയുടെ ഗൗരവം മനസ്സിലാക്കി സ്വയം രക്ഷിക്കാൻ തയ്യാറെടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മൾ കേട്ട ഈ വിശകലനം നമ്മളോട് ഒരു വലിയ ചോദ്യമാണ് ചോദിക്കുന്നത്. ഭാസ്കരന്റെ സിദ്ധാന്തം ശരിയോ തെറ്റോ ആകട്ടെ, പക്ഷെ ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ഈ ആധുനിക സംവിധാനങ്ങളെല്ലാം ഒരു ദിവസം തകർന്നാൽ പിന്നെ എന്തിനായിരിക്കും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വില? ഈ വിശകലനത്തിൽ പങ്കുചേർന്നതിന് നന്ദി.